പാൻ ഇന്ത്യൻ ഹിറ്റടിക്കാൻ നിൽക്കുന്ന എമ്പുരാനെ തകർക്കാനുറച്ച സിനിമാ നിർമ്മാതാക്കൾ എമ്പുരാൻ ഇറങ്ങുന്ന ദിവസം സമരം നടത്താൻ നീക്കം. ആന്റണി പെരുമ്പാവൂരിനെ പുറത്താക്കാനും ആലോചന നടന്നു. പ്രതിസന്ധി രൂക്ഷമാകുന്നതിനിടെ അപ്രതീക്ഷിത ട്വിസ്റ്റിൽ മഞ്ഞുരുക്കം. സിനിമാ മേഖലയിലെ പോർമുഖം ശാന്തമാകുന്നു. കൈവിട്ട കളിയിലേക്ക് നീങ്ങിയ മലയാള സിനിമാ മേഖലയിലെ തർക്കം ഒടുവിൽ അവസാനിക്കുന്നു. ഫിലിം ചേംബർ പ്രസിഡന്റ് BR ജേക്കബ് നിർമ്മാതാവ് ആന്റണി പെരുമ്പാവൂരുമായി സംസാരിച്ചതോടെയാണ് മഞ്ഞുരുക്കം. ഇതിനു പിന്നാലെ നിർമ്മാതാവ് G സുരേഷ് കുമാറിനെ വിമർശിച്ചുകൊണ്ട് ആന്റണി പെരുമ്പാവൂർ ഫേസ്ബുക്കിലിട്ട പോസ്റ്റ് പിൻവലിക്കുകയും ചെയ്തു. സിനിമാ സമരം സംബന്ധിച്ച നിർമ്മാതാവ് G സുരേഷ് കുമാർ നടത്തിയ വാർത്താ സമ്മേളനവും അതിന് മറുപടി നൽകി ആന്റണി പെരുമ്പാവൂർ ഫേസ്ബുക്ക് പോസ്റ്റിട്ടതും വഴി രൂപപ്പെട്ട പരസ്യ ഏറ്റുമുട്ടലാണിപ്പോൾ അനിശ്ചിതത്വങ്ങൾക്കൊടുവിൽ പരിഹരിക്കപ്പെടുന്നത്. മാർച്ച് മാസം ഫിലിം ചേംബർ സിനിമാ സമരം നടത്താമെന്ന രീതിയിൽ വാർത്തകൾ പുറത്തു വന്നിരുന്നു. എന്നാൽ ഫിലിം ചേംബർ ഒരു പണിമുടക്കും ആസൂത്രണം ചെയ്തിട്ടില്ലെന്നും തിയേറ്റർ ഉടമകൾ കാത്തിരിക്കുന്ന ചിത്രമാണ് എമ്പുരാനെന്നും ചേംബർ പ്രസിഡന്റ് പറഞ്ഞു. സിനിമാ സമരത്തിന്റെ കാര്യം പ്രഖ്യാപിച്ചുകൊണ്ട് വാർത്താ സമ്മേളനം നടത്തിയ G സുരേഷ് കുമാറിനെ വിമർശിച്ചുകൊണ്ട് ഫേസ്ബുക്ക് പോസ്റ്റ് ഇടാനുണ്ടായ സാഹചര്യം ആന്റണി പെരുമ്പാവൂർ ചേംബർ പ്രസിഡന്റിനോട് വിശദീകരിക്കുകയും പോസ്റ്റ് പിൻവലിക്കാൻ തയ്യാറാണെന്ന് അറിയിക്കുകയും ചെയ്തു. എമ്പുരാൻ സിനിമയുടെ ബജറ്റിനെ കുറിച്ചുള്ള പരാമർശം സുരേഷ് കുമാർ തിരുത്തിയത് ആന്റണിയുടെ ശ്രദ്ധയിൽ കൊണ്ടുവരാനും ചേംബർ പ്രസിഡന്റിന് കഴിഞ്ഞത് മഞ്ഞുരുക്കം വേഗത്തിലാക്കി. ഒരു വശത്ത് G സുരേഷ് കുമാറിന്റെ നേതൃത്വത്തിൽ പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷനും ഫിയോക്കും അടക്കമാണെങ്കിൽ മറുവശത്ത് മോഹൻലാലും പൃഥ്വിരാജും ആന്റണി പെരുമ്പാവൂരും താരസംഘടനയായ അമ്മയുമാണ് പോർമുഖം തുറന്നത്. ആന്റണി പെരുമ്പാവൂർ നിർമ്മിച്ച പൃഥ്വിരാജിന്റെ സംവിധാനത്തിൽ മോഹൻലാൽ നായകനായി എത്തുന്ന എമ്പുരാനെ ലക്ഷ്യമിട്ടായിരുന്നു നിർമ്മാതാക്കളുടെ സംഘടനയുടെ സമരനീക്കം. സിനിമാ മേഖലയിൽ താരങ്ങളുടെ ഉയർന്ന പ്രതിഫലം അടക്കമുള്ള വിഷയങ്ങൾ ഉന്നയിച്ച് ജൂൺ 1-നാണ് നിർമ്മാതാക്കളുടെ സംഘടന സിനിമാ സമരം പ്രഖ്യാപിച്ചിരുന്നത്. എന്നാൽ ഇത് സംഘടനാ തീരുമാനമല്ലെന്നടക്കം ആരോപിച്ച് ആന്റണി പെരുമ്പാവൂർ സുരേഷ് കുമാറിനെതിരെ ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടതോടെ തർക്കം മൂർച്ഛിക്കുകയും മധ്യസ്ഥതയിൽ തീരാത്ത പ്രശ്നമായി മാറുകയും ചെയ്തു. മോഹൻലാൽ, പൃഥ്വിരാജ്, ടൊവിനോ തോമസ്, ഉണ്ണി മുകുന്ദൻ അടക്കമുള്ളവർ ആന്റണി പെരുമ്പാവൂരിന്റെ പോസ്റ്റിനെ പിന്തുണച്ച് രംഗത്ത് വന്നതും നിർമ്മാതാക്കളുടെ സംഘടനയിലുള്ളവരെ പ്രകോപിപ്പിച്ചു. അടുത്ത സുഹൃത്തു കൂടിയായ സുരേഷ് കുമാറിനെ തള്ളി മോഹൻലാൽ അടക്കം രംഗത്ത് വന്നത് നിർമ്മാതാക്കളെ ആകെ അങ്കലാപ്പിലാക്കുകയും ചെയ്തു. താരങ്ങൾ സിനിമ നിർമ്മിക്കുന്നതിന് എതിരെയും എമ്പുരാന്റെ ബജറ്റ് സംബന്ധിച്ചും സുരേഷ് കുമാർ പ്രസ്താവന നടത്തിയതാണ് മറുഭാഗത്തെ പ്രകോപിപ്പിച്ചത്. കഴിഞ്ഞ ദിവസം കൊച്ചിയിൽ ചേർന്ന അമ്മയുടെ യോഗത്തിലും സിനിമാ സമരത്തിന് എതിരായാണ് നിലപാടുയർന്നത്. ചിലരുടെ പിടിവാശിയാണ് സമരത്തിന് പിന്നിലെന്നാണ് താരസംഘടന ആരോപിച്ചത്. ആന്റണി പെരുമ്പാവൂരിന് അച്ചടക്ക ലംഘനത്തിൽ 7 ദിവസത്തിനകം വിശദീകരണം നൽകാനാണ് നിർമ്മാതാക്കളുടെ സംഘടന നിർദ്ദേശം വെച്ചിരിക്കുന്നത്. ഇമെയിലിലും രജിസ്റ്റേർഡ് തപാലിലുമായാണ് വിശദീകരണം തേടിയത്. വിശദീകരണം നൽകിയില്ലെങ്കിൽ ആന്റണി പെരുമ്പാവൂരിനെ സംഘടനയിൽ നിന്നും പുറത്താക്കുമെന്ന കടുത്ത നിലപാടും സ്വീകരിച്ചിരുന്നു. ജൂൺ മാസം മുതൽ സിനിമാ നിർമ്മാണവും പ്രദർശനവും നിർത്തിവെച്ച് സമരം നടത്തുമെന്നുമായിരുന്നു പ്രഖ്യാപനം. ഇതിനു മുന്നോടിയായാണ് സൂചനാ സമരം നടത്താനും മാർച്ച് 5-ന് മുൻപായി ഇതിന്റെ തീയതി പ്രഖ്യാപിക്കാനും തീരുമാനിച്ചത്. മാർച്ച് അവസാനത്തോടെയായിരിക്കും സൂചനാ സമരമെന്ന വാർത്ത സിനിമാ ലോകത്ത് പടർന്നു. എമ്പുരാൻ റിലീസ് തീയതിക്ക് മുൻപ് സൂചനാ സമരം ഉണ്ടാകുമെന്നായിരുന്നു റിപ്പോർട്ട്. അതിനിടെ ആന്റണി പെരുമ്പാവൂർ വഴങ്ങിയില്ലെങ്കിൽ മാർച്ച് 27-ന് എമ്പുരാന്റെ റിലീസിംഗ് ദിവസം തന്നെ സൂചനാ സമരം നടത്തി എമ്പുരാനെ പ്രതിസന്ധിയിലാക്കാനും പദ്ധതികൾ രൂപപ്പെട്ടു. ഇതിനെല്ലാം പുറമെ മറ്റൊരു നീക്കം കൂടി ആന്റണി പെരുമ്പാവൂരിനെയും എമ്പുരാനെയും ലക്ഷ്യമിട്ട് നടക്കുന്നതായി റിപ്പോർട്ടുകൾ പുറത്തുവന്നു. മാർച്ച് 25-ന് ശേഷം റിലീസ് ചെയ്യുന്ന ചിത്രങ്ങളുടെ കരാറുകൾ ഒപ്പിടുന്നത് ഫിലിം ചേംബറിന്റെ അനുമതിയോടെ വേണമെന്ന് വ്യക്തമാക്കി ഫിയോക് അടക്കമുള്ള സംഘടനകൾക്ക് ചേംബർ കത്തയച്ചത് വലിയ ചർച്ചയായി. 27-ന് എമ്പുരാൻ റിലീസ് ചെയ്യാനിരിക്കെ 25 മുതലുള്ള ചിത്രങ്ങൾക്ക് പുതിയ നിബന്ധന കൊണ്ടുവരുന്നതിന് പിന്നിലുള്ള ലക്ഷ്യവും ആന്റണി തന്നെയാണെന്നാണ് വിലയിരുത്തപ്പെട്ടത്. ആന്റണി പെരുമ്പാവൂരുമായി ഇനിയൊരു സമവായ ചർച്ചയ്ക്കില്ലെന്ന് സുരേഷ് കുമാർ വ്യക്തമാക്കിയതോടെ പ്രതിസന്ധി രൂക്ഷമായി.
ആന്റണിയെ ചൊടിപ്പിച്ചത് കളക്ഷൻ വിവരങ്ങൾ പുറത്തുവിടുമെന്നുള്ള തീരുമാനമാണെന്നും അത് ഇനിയും പുറത്തുവിടുമെന്നും സുരേഷ് കുമാറും വ്യക്തമാക്കി. അതിനു പിന്നാലെയാണ് ഫിലിം ചേംബറിന്റെ മധ്യസ്ഥ നീക്കം നടന്നതും സിനിമാ മേഖലയിലെ കാർമേഘങ്ങൾ മാറിയതും.